വെൽക്കം ബാക്ക്. കലോത്സവ കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് PN ഷാജി മരിച്ചത് SFIയുടെ അമിതമായ രാഷ്ട്രീയവൽക്കരണം മൂലമെന്ന് KSU. കലോത്സവ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയവൽക്കരണമായിരുന്നു. SFI നേതാക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണമുണ്ടെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് SFIയുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമാണ് ഷാജി എന്ന് പറയുന്ന വിധികർത്താവിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിയതെന്ന് KSU സംശയിക്കുകയാണ്. കാരണം ഈ കലോത്സവത്തിൻ്റെ തുടക്കഘട്ടം മുതൽ അതിനെ അമിതമായി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം SFI നേതാക്കന്മാർ ഇതിൽ കോഴ മേടിച്ചു എന്ന തരത്തിലുള്ള വലിയ ആരോപണമുണ്ട്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ സ്കാമിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. SFI നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സ്കാമിലേക്ക് ഇത് എത്തിച്ചേരും. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളറകളെ പറ്റിയെല്ലാം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തും. SFIക്കെതിരെ KSU ഗവർണർക്ക് പരാതി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ് നമുക്കൊപ്പം തത്സമയം എത്തുന്നു. TV പ്രസാദ്, KSUവിന്റെ ആരോപണം അത് SFIക്കെതിരെയാണ്. അന്ന് ആ കലോത്സവത്തിനിടയിൽ നടന്നത് തത്സമയം ടെലിവിഷനിലൂടെ പ്രേക്ഷകരൊക്കെ കണ്ടതുമാണ്. ഇപ്പോൾ ഒരാളുടെ മരണം സംഭവിച്ച സാഹചര്യത്തിൽ KSU കൂടുതലായി പറഞ്ഞു വെക്കുന്നത് എന്താണ്? സുജയ പറഞ്ഞതുപോലെ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. കേരള സർവകലാശാല കലോത്സവത്തിലെ നടത്തിപ്പിൽ നടന്ന കോഴയിടപാട്, അതുപോലെ തന്നെ വിധികർത്താവിൻ്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എല്ലാറ്റിനെയും കുറിച്ച് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSU ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയത്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് നമ്മൾ കേട്ടിരിക്കുകയാണ്. അതായത് അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത്. മാത്രമല്ല SFIയുടെ പല നേതാക്കന്മാരും കോഴ വാങ്ങി എന്ന ഗുരുതരമായ ആരോപണവും KSU ഉന്നയിക്കുകയാണ്. നേരത്തെ മഹാരാജാസ് കോളേജ് അതിൻ്റെ ഭരണം KSUവിന് കിട്ടിയ സമയത്ത് തന്നെ മാർ ഇവാനിയസ് കോളേജിൻ്റെ ഭരണം KSUവിന് കിട്ടിയപ്പോൾ തന്നെ മാർ ഇവാനിയസ് കോളേജിനെ കലോത്സവത്തിൽ പങ്കെടുപ്പിക്കില്ല എന്ന് നേരത്തെ തന്നെ SFIയുടെ പല നേതാക്കന്മാരും പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ പല പ്രശ്നങ്ങളും നടക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ കേരള സർവകലാശാലയിലെ കലോത്സവം നടക്കുമ്പോൾ അത് SFIയുടെ കലോത്സവമാക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ KSUവിൻ്റെ പ്രവർത്തകരായവരെയും KSUവിൻ്റെ ഭരണമുള്ള കോളേജിൽ നിന്ന് വരുന്നവരെയും അടുപ്പിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടായതായും KSU ആരോപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമിത രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ SFIയുടെ അമിത രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഇരയാണ് ഷാജിയെന്നും ഷാജിയുടെ മരണം ഇതുകൊണ്ടുണ്ടായതാണ് എന്നുമാണ് KSU വിശദീകരിക്കുന്നത്. ഇതെല്ലാം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർക്ക് പരാതിയും കൊടുത്തിരിക്കുന്നത്. സുജയ. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.